ഹായ് മക്കളെ, കേരളത്തിൽ എഞ്ചിനീയറിംഗ്, മെഡിക്കൽ അല്ലെങ്കിൽ ഫാർമസി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി കേരള ഗവൺമെൻറ് നടത്തുന്ന എൻട്രൻസ് പരീക്ഷയാണ് കീം അഥവാ കേരള എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ ആൻഡ് മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻ. ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി സബ്ജക്റ്റുകൾ പഠിച്ച് +2 പാസ്സായ ആർക്കും അല്ലെങ്കിൽ 2024 +2 പരീക്ഷ എഴുതാൻ പോകുന്ന ആർക്കും കീം എക്സാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാം. 2024 ഡിസംബറിൽ 17 വയസ്സ് പൂർത്തിയാകണം എന്നാണ് ഏജ് ക്രൈറ്റീരിയ. മാക്സിമം ഏജ് ഇല്ല. +1, +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് NCERT സിലബസ് ബേസ്ഡ് MCQs ആയിരിക്കും കീം എക്സാമിൽ നിങ്ങൾ നേരിടേണ്ടി വരിക. 2 പേപ്പറുകളുണ്ട്, പേപ്പർ 1 ആൻഡ് പേപ്പർ 2. പേപ്പർ 1-ൽ ഫിസിക്സും കെമിസ്ട്രിയും അടങ്ങുന്ന 120 ചോദ്യങ്ങളും പേപ്പർ 2-ൽ മാത്തമാറ്റിക്സിൽ നിന്നുള്ള 120 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. പേപ്പർ 1-ൽ 72 ചോദ്യങ്ങൾ ഫിസിക്സിൽ നിന്നും 48 ചോദ്യങ്ങൾ കെമിസ്ട്രിയുമായിരിക്കും. സോ 2 പേപ്പറിലും 480 മാർക്കിൻ്റെ പരീക്ഷ, 2 പേപ്പറിലും കൂടി നമുക്ക് 960 മാർക്കായിരിക്കും കീം എക്സാമിൻ്റെ ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത്. എന്തിനാണ് കീം എക്സാമിന് രജിസ്റ്റർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആരൊക്കെയാണ് കീം എക്സാമിന് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായും കേരളത്തിൽ 4 കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണ് കീം എക്സാമിന് രജിസ്റ്റർ ചെയ്യേണ്ടത്. 1, കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ BTech പഠനം ആഗ്രഹിക്കുന്ന ആളുകൾ. 2, ആർക്കിടെക്ചർ പഠനം ആഗ്രഹിക്കുന്ന ആളുകൾ. 3, ഫാർമസി കോഴ്സുകൾ, BPharm പോലെയുള്ള ഫാർമസി കോഴ്സുകളിൽ തുടർ പഠനം ആഗ്രഹിക്കുന്ന ആളുകൾ. 4, കേരളത്തിൽ മെഡിക്കൽ അല്ലെങ്കിൽ മെഡിക്കൽ അലൈഡ് കോഴ്സുകളിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്ന ആളുകൾ. എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് 50% വെയിറ്റേജ് നിങ്ങളുടെ കീം സ്കോറിൻ്റെയും ബാക്കി 50% നിങ്ങളുടെ +2-ലെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് മാർക്കിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും. BPharm അല്ലെങ്കിൽ ഫാർമസി കോഴ്സുകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് പേപ്പർ 1 മാത്രം എഴുതിയാൽ മതി. പേപ്പർ 1-ൻ്റെ സ്കോറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളുടെ ഫാർമസി കോഴ്സിലേക്കുള്ള BPharmന് വേണ്ടിയുള്ള റാങ്ക് ലിസ്റ്റിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ആർക്കിടെക്ചർ കോഴ്സിൻ്റെ റാങ്ക് ലിസ്റ്റ് നിങ്ങൾ കീം പരീക്ഷ എഴുതേണ്ട കാര്യമില്ല, നിങ്ങളുടെ നാട്ടാ സ്കോറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ആർക്കിടെക്ചർ കോഴ്സിൻ്റെ റാങ്ക് ലിസ്റ്റ് വരിക. മെഡിക്കൽ അല്ലെങ്കിൽ മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ ആഗ്രഹിക്കുന്ന ആളുകൾക്കും കീം എക്സാമിന് രജിസ്റ്റർ ചെയ്താൽ മതി. നിങ്ങൾ കീം എക്സാം എഴുതണം എന്നില്ല. നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വരുന്നത് നിങ്ങളുടെ നീറ്റ് എക്സാമിൻ്റെ സ്കോറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. മെഡിക്കൽ കോഴ്സുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അത് MBBS, BDS, BAMS, BUMS, BHMS, BSMS കോഴ്സുകളെയാണ് നമ്മൾ മെഡിക്കൽ കോഴ്സുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ എന്ന് പറയുമ്പോൾ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള അഗ്രികൾച്ചർ, ഫോറസ്ട്രി, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് തുടങ്ങിയ കോഴ്സുകളിലേക്കും, കേരള വെറ്ററിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള വെറ്ററിനറി കോഴ്സിലേക്കും, അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷൻ സ്റ്റഡീസിന് കീഴിലുള്ള ഫിഷറീസ് കോഴ്സിലേക്കും അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്കാണ് നമ്മൾ മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ എന്ന് പറയുന്നത്. കീമിൻ്റെ റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റ്, അതുപോലെ തന്നെ ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള റാങ്ക് ലിസ്റ്റ്, മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സുകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും. അതിൽ BAMSന് സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഫാർമസി കോഴ്സുകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റും സെപ്പറേറ്റ് ആയിരിക്കും. 2023 വരെയും ഓഫ്ലൈനായി, അതായത് പെൻ ആൻഡ് പേപ്പർ ബേസ്ഡ് ടെസ്റ്റായി നടത്തിയിരുന്ന കീം എക്സാം ആദ്യമായി 2024 ഓൺലൈൻ മോഡിലേക്ക് മാറുകയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി www.ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അപ്ഡേഷൻസ് കാണാം. സോ മക്കളെ, ഓൾ ദി ബെസ്റ്റ്.